യൂറോപ്യൻ യാത്രയുടെ ഭാഗമായി നെതർലൻഡ്സിലെ മനോഹരമായ യുനെസ്കോ പൈതൃകങ്ങളും ടൂലിപ്പ് ഗാർഡനും ഒക്കെ കണ്ട് അവിടെ നിന്നും ഇന്ന് ബെൽജിയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ബെൽജിയത്തിൽ പ്രധാനമായും ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രൂസൽസ് ആണ് നാം ഇന്ന് കാണാനിരിക്കുന്നത്. മനോഹരമായ അനേകം ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള ഒരു നഗരം കൂടിയാണ് ഈ ബ്രൂസൽസ് എന്ന് പറയുന്നത്. ബെൽജിയം വടക്കു പടിഞ്ഞാറ് യൂറോപ്പിലുള്ള ഒരു രാജ്യം കൂടിയാണ്. നെതർലാൻഡ്സ്, ജർമ്മനി, ലക്സംബർഗ്, ഫ്രാൻസ് എന്നിവയാണ് ബെൽജിയത്തിൻ്റെ അത് രാജ്യങ്ങൾ. വടക്കൻ കടലിന് ഒരു ചെറിയ കടൽ തീരവും ബെൽജിയത്തിനുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒന്നായ ബെൽജിയത്തിലാണ് യൂറോപ്യൻ യൂണിയന്റെ തലസ്ഥാനമായ ബ്രസൽസിൽ സ്ഥിതി ചെയ്യുന്നത്. നാറ്റോ ഉൾപ്പെടെ മറ്റു പല അന്താരാഷ്ട്ര സംഘടനകളുടെയും ആസ്ഥാനവും ബെൽജിയത്തിലാണ്. ബെൽജിയത്തിൽ 1.5 കോടിയിൽ അധികം ജനസംഖ്യയുണ്ട്. 30,000 ചതുരശ്ര കിലോമീറ്റർ ആണ് ബെൽജിയം എന്ന ഈ കൊച്ചു രാജ്യത്തിന്റെ വിസ്തീർണം. 2 പ്രധാന ഭാഷാ വിഭാഗങ്ങളാണ് ഈ ബെൽജിയം എന്ന കൊച്ചു രാജ്യത്തിലുള്ളത്. 59% ഡച്ച് ഭാഷ സംസാരിക്കുന്ന ഫ്ലിമിഷ് ഭാഗവും 41% വരുന്ന വല്ലൂൺ പ്രദേശത്തെ ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്നവരുമാണ് ഇവർ. ഇതിനു പുറമെ ജർമ്മൻ സംസാരിക്കുന്ന ഒരു വിഭാഗത്തെയും ഇവിടെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ട്. പാർലമെന്ററി ഭരണവ്യവസ്ഥയാണെങ്കിലും ഭരണഘടനാപരമായ പ്രതിസന്ധി ഉണ്ടായാൽ അതിനെ മറികടന്ന് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം രാജാവിൽ നിക്ഷിപ്തമാണ് ഈ കൊച്ചു രാജ്യത്തിൽ. ബെൽജിയത്തിലെ രാജാവ് ആൽബർട്ട് രണ്ടാമൻ 2013 ജൂലൈ 5 സ്ഥാനത്യാഗം ചെയ്യുകയാണെന്ന് അറിയിച്ചു. അതേ തുടർന്ന് ആൽബർട്ട് രണ്ടാമന്റെ പിൻഗാമിയായി ഫിലിപ്പ് രാജകുമാരൻ ബെൽജിയത്തിന്റെ ദേശീയ ദിനമായ ജൂലൈ 21 സ്ഥാനാരോഹണം ചെയ്ത് അധികാരമേൽക്കുകയുണ്ടായി. ബ്രസൽസിലെ പ്രധാന ആകർഷണങ്ങൾ ഗ്രാൻഡ് പ്ലേസ്, ആറ്റോമിയം, മണിക്കൻ പീസ്, റോയൽ മ്യൂസിയം ഓഫ് ഫൈൻ ആർട്സ് ഓഫ് ബെൽജിയം എന്നിവയാണ്. ഇതിൽ വളരെ പ്രധാനമായ ഒന്നാണ് ബ്രസൽസിന്റെ പ്രധാന ചത്തുരമായ ഗ്രാൻഡ് പ്ലേസ്. ഇത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ചത്തുരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. മണിക്കൻ പീസ് ബ്രസൽസിലെ ഒരു പ്രധാന ആകർഷണമാണ് മണിക്കൻ പീസ് എന്നറിയപ്പെടുന്ന ഒരു കുട്ടിയുടെ പ്രതിമ. ഇത് നഗരത്തിലെ തന്നെ ഏറ്റവും പഴയ സ്മാരകങ്ങളിൽ ഒന്നുകൂടിയാണ്. ബെൽജിയൻ കലയുടെയും ശില്പകലയുടെയും മ്യൂസിയമാണ് റോയൽ മ്യൂസിയം ഓഫ് ഫൈൻ ആർട്സ് ഓഫ് ബെൽജിയം എന്നറിയപ്പെടുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച മ്യൂസിയങ്ങളിൽ ഒന്നുകൂടിയാണ്. കൂടാതെ ബ്രസൽസിൽ നിരവധി പള്ളികൾ, പാർക്കുകൾ, ഷോപ്പിംഗ് ഏരിയകൾ എന്നിവയുണ്ട് ഇവിടെ സന്ദർശിക്കുന്ന പ്രവാസികൾക്കായി. ബ്രസൽസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന സ്മാരകമാണ് ആറ്റോമിയം എന്നറിയപ്പെടുന്നത്. ഇത് ബ്രസൽസിന്റെ ഐക്കോണും മുഖമുദ്രയുമാണ്. 1958 ബ്രസൽസിൽ നടന്ന എക്സ്പോ 58 വേണ്ടിയാണ് ഈ രൂപഘടന നിർമ്മിച്ചത്. ഇതിന് 102 മീറ്റർ ഉയരമുണ്ട്. 9 സ്റ്റീൽ ഗോളങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന നിലയിലാണ് ഇതിന്റെ ഘടന രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ ഗോളങ്ങളെല്ലാം ചേർന്ന് ഒരു ഇരുമ്പ് ക്രിസ്റ്റലിന്റെ യൂണിറ്റ് സെൽ 165 മടങ്ങ് വലിപ്പപ്പെടുത്തിയ രൂപം ഉണ്ടാക്കുന്നു. ക്യൂബിന്റെ 12 വക്കുകളെയും മധ്യത്തിലുള്ള ഗോളത്തെയും വലിയ കുഴലുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഗോളങ്ങളിൽ കാഴ്ച ബംഗ്ലാവുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയെല്ലാം പ്രവർത്തിക്കുന്നു. കുഴലുകളിൽ എസ്കലേറ്ററുകളും ലിഫ്റ്റുകളും ഉണ്ട് യാത്രികർക്കായി. ഏറ്റവും മുകളിലെ ഗോളത്തിൽ നിന്നും ബ്രസൽസ് നഗരത്തിന്റെ മനോഹരമായ ദൃശ്യം കാണാനാകുന്നതാണ്. ഓരോ ഗോളങ്ങൾക്കും 18 മീറ്റർ വ്യാസമുണ്ട്. മുകളിലുള്ള 3 ഗോളങ്ങളിൽ 2008 മുതൽ സന്ദർശകർക്ക് പ്രവേശനം അനുവദനീയമല്ല. നേരെ താഴെ നിന്നും മുകളിലേക്കുള്ള കുഴലിൽ ഒരു ലിഫ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. എക്സ്പോ 58 ഒരു ആശയം എന്നത് ഐഫൽ ഗോപുരത്തിന്റെ തലതിരിഞ്ഞ ഒരു മാതൃക ഉണ്ടാക്കുക എന്നതായിരുന്നു. എന്നാൽ ഒരു ആറ്റത്തിന്റെ മാതൃകയാണ് കൂടുതൽ നന്നാവുകയെന്ന് വാട്ടർ കീൻ വിചാരിച്ചു. 6 മാസം നിലനിൽക്കത്തക്ക രീതിയിലാണ് ഈ മാതൃക ആദ്യം നിർമ്മാണം ആരംഭിച്ചത്.
എന്നാൽ ഇത് ആധുനിക കലാവിരുതിൻ്റെയും ബ്രസീൽസ് നഗരത്തിൻ്റെയും ബെൽജിയം എന്ന രാജ്യത്തിൻ്റെയും 1958 ലോക എക്സ്പോയുടെയും പ്രതീകമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അത് ബ്രസീൽസിലെ ഏറ്റവും പ്രധാന ആകർഷണങ്ങൾ ഒന്നുകൂടിയായി തീർന്നിരിക്കുകയാണ്. ഇങ്ങനെ നാം ബെൽജിയത്തിൻ്റെ വിവിധ കാഴ്ചകളും കണ്ട് ഇപ്പോൾ ബെൽജിയത്തിലെ പ്രധാന ഐക്കോണായ ആറ്റോമിലേക്ക് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുന്നുകളോ മലകളോ ഒന്നും ഇല്ലാത്ത പരന്ന ഭൂപ്രദേശമാണ് ബെൽജിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എങ്ങും ഹരിതാഭമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. സമതട്ടായ നിലങ്ങളിൽ എങ്ങും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് പ്രകൃതിയെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത്. നെല്ലും ഗോതമ്പും മറ്റും ധാരാളമായി വിളയിക്കുന്ന പാടങ്ങളാണ് എങ്ങും നമുക്ക് കാണാൻ സാധിക്കുക. അതിമനോഹരമായി നിർമ്മിച്ച് ഒരുക്കിയ റോഡുകളും ആ റോഡുകളുടെ സൈഡിൽ മനോഹരമായി വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന വൃക്ഷങ്ങളും വെട്ടിനിരത്തിയ വൃക്ഷ തൈകളും ഒക്കെയാണ് ഈ നഗരത്തെ കൂടുതൽ സുന്ദരമാക്കുന്നത്. ഇവിടെ എത്തുന്ന ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഓരോ കാഴ്ചകളും വളരെ മികവുറ്റതാണ്. വർഷങ്ങളുടെ പഴക്കം വിളിച്ചോതുന്ന കെട്ടിടങ്ങളും ഒപ്പം ആധുനിക ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഹോട്ടലുകളും ഷോപ്പിംഗ് മാളുകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആകെ ഒരു ആനച്ചന്തമുള്ള ഒരു മനോഹര പട്ടണം കൂടിയാണ് ഈ ബ്രൂസൽസ് എന്ന് പറയുന്ന ബെൽജിയത്തിൻ്റെ തലസ്ഥാന നഗരം. അങ്ങനെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നാം ഇവിടുത്തെ ഐക്കോണായ ഏറ്റവും പ്രധാന ആകർഷണ കേന്ദ്രമായ ആറ്റോമിയത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ദൂരെ നിന്നും ഈ ഐക്കോണിക് രൂപഘടന നമ്മുടെ കൺമുൻപിലേക്ക് എത്തുന്നതാണ്. കാരണം അത്രയധികം ഉയരത്തിലാണ് ഈ ആറ്റോമിയം എന്ന രൂപഘടന നിർമ്മിച്ചിരിക്കുന്നത്. 1958 ലോക എക്സ്പോയുടെ പ്രതീകമായിട്ടാണ് ഈ ഘടന നിർമ്മിച്ചതെങ്കിലും അത് ഇപ്പോൾ ബ്രൂസൽസ് എന്ന നഗരത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാന ആകർഷണ കേന്ദ്രവും മുഖമുദ്രയുമായി മാറിയിരിക്കുകയാണ്. ഇരുമ്പിൻ്റെ ഒരു ആറ്റം 165 മടങ്ങ് വലുതാക്കി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു രൂപകൽപ്പനയാണ് ഈ ആറ്റോമിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1958 എക്സ്പോയുടെ ഐക്കണായി രൂപകൽപ്പന ചെയ്യാൻ വിചാരിച്ചിരുന്നത് ഐഫൽ ടവറിൻ്റെ തലകീഴായിട്ടുള്ള ഒരു രൂപമായിരുന്നു. എന്നാൽ അതിലും കുറെ കൂടി അർത്ഥവത്തും ഭംഗിയും ഉള്ളതുമായി കരുതപ്പെട്ട ഈ ആറ്റോമിയമാണ് അവസാനമായി ഈ എക്സ്പോയുടെ മുഖമുദ്രയായി മാറിയതും നിർമ്മാണം കണ്ടതും. അങ്ങനെ 1958 നിർമ്മിച്ച കാലം മുതൽ ഇന്നുവരെ ബ്രൂസൽസ് നഗരത്തിൻ്റെ മുഖമുദ്രയായി ഇത് മാറിയിരിക്കുകയാണ്. പാരീസിന്റെ മുഖമുദ്ര ഐഫൽ ടവർ ആയതുപോലെ തന്നെ ബ്രൂസൽസ് എന്ന കൊച്ചു രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയുടെ മുഖമുദ്രയായി ഈ ആറ്റോമിയവും മാറിയിരിക്കുകയാണ്. വളരെ മനോഹരമായി രൂപകൽപ്പന ചെയ്ത ഒരു രൂപം. 8 സ്റ്റീൽ ഗോളങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രവേശനം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ചില സാങ്കേതിക ഇല്ലെങ്കിൽ സെക്യൂരിറ്റി കാരണങ്ങളാൽ. ഓരോ ഗോളത്തെയിലും ധാരാളം ആൾക്കാർക്ക് നിന്ന് നഗരത്തിൻ്റെ മനോഹരത കാണാൻ തക്ക രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും നിർമ്മിച്ചിരിക്കുന്നതും. 2008 വരെ ഏറ്റവും മുകളിലത്തെ ഗോളത്തിൽ പ്രവേശകർക്ക് ഏത് വിധേന നോക്കിയാലും ബ്രൂസൽസ് എന്ന മനോഹര രാജ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച കൂടി ആകുക ഈ ആറ്റോമിയം എന്ന ഈ രൂപഘടന. അങ്ങനെ ആറ്റോമിയത്തിൻ്റെ അടുത്തെത്തുകയും അതിൻ്റെ മനോഹരിത വിവിധ ആംഗിളുകളിൽ നിന്ന് കാണുകയും
ഒപ്പം ധാരാളം ഫോട്ടോകളും എടുക്കുകയും വീഡിയോകൾ ക്യാമറയിൽ പകർത്തുകയും അതിൻ്റെ മനോഹാരിത മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ പല ആംഗിളുകളിൽ നിന്നും വീഡിയോയായും ഫോട്ടോയായും എടുത്തതിന് ശേഷം ഈ മനോഹര കാഴ്ച മനസ്സിൽ നിറച്ച് അവിടെ നിന്നും അടുത്ത കാഴ്ചയിലേക്ക് നീങ്ങുകയാണ് യൂറോപ്പ് യാത്ര തുടരാനായി.